അഞ്ജലി അർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ ശ്രീദീപിൻ്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ചന്ദ്രനഗറുള്ള പൊതു ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശ്രീദീപ് പഠിച്ച ഭാരത് മാതാ സ്കൂളിലെ തൊട്ടരികിൽ തന്നെയാണ് ഈ ശ്മശാനമുള്ളത്. ശ്മശാനത്തിൽ വെച്ചാണ് ശ്രീദീപിൻ്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ സംസ്കാരത്തിനായി മൃതദേഹം ഇപ്പോൾ ഈ വൈദ്യുതി ശ്മശാനത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് ശ്രീദീപിൻ്റെ ഈ വീട് അർപ്പിച്ചത്. ശ്രീദീപിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം ഈ അവസാനമായ ഒരു നോക്കിന് വേണ്ടി ശേഖരപുരത്തുള്ള ശ്രീവിഹാർ എന്ന വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ രാത്രി സിനിമയ്ക്ക് പോകുന്നതിന് അച്ഛനെ വിളിച്ച് ഈ യാത്ര തന്നെ ആരംഭിച്ചത്. പക്ഷേ വൈകി ശ്രീദീപിന്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കളർകോട്ടെ വാഹനാപകടത്തിൽ ഇന്നലെ രാത്രിയാണ് ഈ കുഞ്ഞുങ്ങൾ 5 പേർ മരിച്ചത്. 13 പേരാണ് ഒന്നിച്ച് പുറത്തേക്ക് പോയത്. അതിൽ 11 പേർ കാറിനുള്ളിലായിരുന്നു. അതിൽ 5 പേരാണ് മരിച്ചത്. ഇപ്പോൾ പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സന്റെ മൃതദേഹം ചന്ദ്രനഗറിലെ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 4 മണിയോടുകൂടിയാണ് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിച്ചത്. ശേഖരിപുരത്ത് ഒരു വലിയ ജനാവലിയാണ് കാത്തുനിന്നത്. വൈദ്യുത ശ്മശാനത്തിൽ ഇപ്പോൾ സംസ്കാരം നടക്കുകയാണ്. ശ്രീദീപ് വത്സൻ ഹഡിൽസ് താരമാണ്. സംസ്ഥാന തലത്തിൽ തന്നെ കായിക രംഗത്ത് പ്രതിഭ കാട്ടിയ മിടുക്കനാണ്. പഠനത്തിൽ മുന്നിലായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയത് 55 ദിവസം മുൻപാണ്. 55 ദിവസങ്ങൾക്കിപ്പുറം ശ്രീദീപ് തിരിച്ചെത്തുന്നത്, ഇരിഞ്ഞടങ്ങുന്നത് ചേതനയേറ്റ ശരീരമായാണ്. ഒരു നാടിൻ്റെ നോവായി ശ്രീദീപ് മാറുകയാണ്. ശേഖരിപുരത്തെ സംസ്കാര ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളാണ് അവിടെ. പാലക്കാട് ശേഖരിപുരത്ത് ശ്രീദീപ് വത്സന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇക്ബാൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ, നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ ഒരു ഓമനയായി വളർന്ന ഒരു കുഞ്ഞാണ്. 55 ദിവസം മുമ്പ് മാത്രമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ഇന്നവൻ തിരിച്ചെത്തുന്നത് ചേതനയേറ്റ ശരീരമായാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? അല്പസമയം മുമ്പ് ശ്രീദീപ് പഠിച്ച ഭാരത് മാതാ സ്കൂളിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ചന്ദ്രനഗറുള്ള വൈദ്യുതി ശ്മശാനത്തിൽ വെച്ച് ഇപ്പോൾ ശ്രീദീപിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നു. ശ്രീദീപിൻ്റെ ബന്ധുക്കൾ ഇവിടെ എത്തി മതപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ സംസ്കാരം നടക്കുന്ന ഈ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിലേക്കും അതുപോലെ തന്നെ ശ്രീദീപിനെ അവസാനമായി നോക്കി കാണാൻ വേണ്ടി ശേഖരപുരത്തുള്ള ശ്രീവിഹാർ എന്ന് പറയുന്ന ശ്രീദീപിൻ്റെ വീട്ടിലേക്കും എത്തിയിരുന്നു. അവിടെ അരമണിക്കൂറിലധികം സമയം പൊതുദർശനത്തിന് വെച്ചു. അവിടെ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ ശ്രീദീപിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിലേക്ക് എത്തിച്ച് ശ്രീദീപിൻ്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത്. ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും ശ്രീദീപിൻ്റെ അധ്യാപകരും എല്ലാം ഇവിടേക്ക് എത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പാലക്കാട് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരും ഇവിടേക്ക് ശ്രീദീപിനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശ്രീദീപിൻ്റെ അത്ലറ്റിക്സ് പരിശീലകനാണ് ഹരിസാറിൻ്റെ ശിക്ഷണത്തിലാണ് ശ്രീദീപ് ദീർഘകാലമായി ഈ ഹർഡിൽസ് എല്ലാം പരിശീലിച്ചിരുന്നത്. സംസ്ഥാന മെഡൽ ജേതാവാണ് ശ്രീദീപ്. അങ്ങനെ എല്ലാ മേഖലയിലും, പഠനത്തിലും കായിക മേഖലയിലും കലാമേഖലയിലും നാടകത്തിലും എല്ലാം ശ്രീദീപ് നിറഞ്ഞു നിന്നിരുന്നു. ആ ശ്രീദീപിൻ്റെ ഈ ഒരു വിയോഗം അല്ലെങ്കിൽ ഈ ഒരു വിടവാങ്ങൽ അത് ഈ നാടിനെ വല്ലാത്ത ഒരു ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ശ്രീദീപിൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാം അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ആ ശ്രീദീപിൻ്റെ ഒരു വിയോഗം അതവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് ശേഖരപുരത്തെ വീട്ടിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അഭിഭാഷകയായ ബിന്ദുവിൻ്റെയും അതുപോലെ തന്നെ പാലക്കാട് ഭാരത് മാതാ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള തീർച്ചയായും ഇപ്പോൾ ഇക്ബാൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കാൻ കാരണമുണ്ട്. ശ്രീദീപ് ആ വീട്ടിലെ ഏക മകൻ, ഒരു ഡോക്ടറായി തിരിച്ചെത്തും എന്ന് സ്വപ്നം കണ്ട കുടുംബം. ആ തിരിച്ചുവരവ് പക്ഷേ ഡോക്ടറായിട്ടല്ല, സ്റ്റെതസ്കോപ്പ് അണിയാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 55 ദിവസം മാത്രം നീണ്ട വൈദ്യ പഠനം. അതിനുശേഷം ചേതനയേറ്റ ശരീരമായി ശ്രീദീപ് തിരിച്ചു വരികയാണ്. എപ്പോഴും ഒരു പുഞ്ചിരിയോടെ ശേഖരിപുരംകാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന ശ്രീദീപ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയത് ഒരുപാട് പ്രതീക്ഷകളുമായാണ്. ശേഖരിപുരം സ്വദേശി വത്സൻ എന്ന അധ്യാപകൻ, ഒപ്പം അഭിഭാഷകയായ ബിന്ദു, ഇവരുടെ ഏക മകനാണ് മരിച്ച ശ്രീദീപ്. കളർകോടുണ്ടായ കാർ അപകടത്തിൽ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്, ആ നാടിന് നഷ്ടപ്പെട്ടത് നാളെയുടെ ഡോക്ടറെയാണ്. ശ്രീദീപിനെ ഏറെ പ്രതീക്ഷകളോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ വിട്ടത്. സുഹൃത്തുക്കൾ
സുഹൃത്തുക്കൾക്കൊപ്പം സിനിമയ്ക്ക് പോകുന്നതിന് മുൻപും വീട്ടിലേക്ക് വിളിച്ചിരുന്നു ശ്രീദീപ്. സിനിമയ്ക്ക് പോയി വരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വിളി അവസാന ഫോൺ വിളിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അവരുടെ വേദന കൂട്ടുന്നത്. സംസ്ഥാന ഹഡിൽസ് താരമായ ശ്രീദീപ് രണ്ടാമത്തെ ശ്രമത്തിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എൻട്രൻസ് എഴുതി പ്രവേശനം നേടുന്നത്. ഒരു ഡോക്ടറായി ഡോക്ടർ കുപ്പായമണിഞ്ഞ് സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് മടങ്ങി വരുന്ന മകനെ കാത്തിരിക്കുകയായിരുന്നു ബിന്ദു എന്ന അമ്മ. ആ മോഹം അത് ചിതയിൽ ചാമ്പലാകുകയാണ്. അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകേണ്ടി വരുന്ന ദുഃഖത്തിലാണ് ആ അച്ഛനും അമ്മയും. പഠിക്കാനും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ മിടുക്കനായിരുന്ന ഒരു കുഞ്ഞ് വൈദ്യപഠനത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയി 55 നാളുകൾക്കിപ്പുറം ചേതനയേറ്റ ശരീരമായി അവൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു, എരിഞ്ഞടങ്ങുന്നു. ശേഖരീപുരത്തെ ശ്രീവിഹാറിലേക്ക് ആ വീടിൻ്റെ ഐശ്വര്യമായിരുന്ന ശ്രീദീപ് തിരിച്ചെത്തിയത് ചേതനയറ്റ ശരീരമായാണ്. അത് ആ നാടിനും വീടിനും താങ്ങാവുന്നതിലും അപ്പുറമാണ്. രാത്രി തന്നെ ഈ അപകട വിവരം നാട്ടിലുള്ളവരൊക്കെ അറിഞ്ഞിരുന്നു. അച്ഛനുമായി വലിയ അടുപ്പത്തിലായിരുന്നു ശ്രീദീപും അച്ഛനും തമ്മിൽ ആത്മസുഹൃത്തുക്കളെ പോലെയുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു. ആ മകനെയാണ് ആ അച്ഛന് നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ ഒരു നോവ് അത് തീർത്താൽ തീരാത്ത നോവാണ്. ഇക്ബാൽ, ആ അച്ഛനും അമ്മയ്ക്കും ശ്രീദീപായിരുന്നു എല്ലാ ആശയും പ്രതീക്ഷയും എല്ലാം. ആ മകനെയാണ് ഇന്നലെ ഫോൺ വിളിച്ച് സിനിമയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ ആ മകനെയാണ് ആ കുടുംബത്തിന്, ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടമായിരിക്കുന്നത്. സുജയ, തീർച്ചയായും ഇന്നലെ രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം ഈ സിനിമയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ശ്രീദീപ് അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛനെ വിളിച്ച് താൻ സിനിമയ്ക്ക് പോവുകയാണ്, സുഹൃത്തുക്കൾക്കൊപ്പമാണ്, കാറിലാണ് പോകുന്നില്ല കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള ഈ ഒരു മകൻ്റെ വിയോഗ വാർത്ത അറിയുമെന്ന് ആ അച്ഛൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് ആ അച്ഛൻ്റെയും അമ്മൻ്റെയും മുഖം കാണാനോ അല്ലെങ്കിൽ അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നോ അറിയാതെ അവിടെ എത്തുന്ന ഓരോ ആളുകളും പൊട്ടി കരയുന്ന ഒരു സാഹചര്യം